നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലവിധ മാറ്റങ്ങളാണ് നാം കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ കൂടുതൽ തൊഴിൽ തേടിയെത്തുന്നവർക്ക് കൂടുതൽ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രത്യേകമായും ശ്രദ്ധ ഊന്നുന്നത്. ഇപ്പോഴാ സൗദി അറേബ്യയിൽ സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പരമാവധി 1 ലക്ഷം റിയാൽ വരെ ഇൻഷുറൻസ് ലഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഗർഭചികിത്സയും അടിയന്തര പ്രസവ ചെലവിലേക്ക് പോളിസി കാലയളവിൽ പരമാവധി 5000 റിയാൽ വരെയും ഇൻഷുറൻസ് കവറേജും ലഭിക്കുന്നതായിരിക്കും. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഇൻജാസ് പ്ലാറ്റ്ഫോം വഴിയാണ് സന്ദർശക വിസക്കാർ ഇൻഷുറൻസിന് അപേക്ഷിക്കേണ്ടത്. വിസ കാലാവധി നീട്ടാനാണ് സന്ദർശിക്കുന്നതെങ്കിൽ പുതിയ ഇൻഷുറൻസ് പരിരക്ഷ ഈ കാലയളവിലേക്ക് നീട്ടുവാനും സാധിക്കും. അതായത് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം അത് നീട്ടാൻ അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ പുതിയ ഇൻഷുറൻസ് പോളിസിക്കും അപേക്ഷിക്കേണ്ടതാണ്. സന്ദർശക വിസ നീട്ടിയതിനു ശേഷം പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വഴി തങ്ങളുടെ ഇൻഷുറൻസ് സ്റ്റാറ്റസും പരിശോധിക്കാവുന്നതാണ്. അതേസമയം പരിശോധിച്ച ശേഷം ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നാണെങ്കിൽ സന്ദർശകർക്ക് പരാതിയും ബോധിപ്പിക്കാവുന്നതാണ്. ഇൻഷുറൻസ് പോളിസി പൂർത്തിയാക്കിയതാണെങ്കിൽ തന്നെ സ്റ്റാറ്റസ് ഇൻഷുർ ചെയ്ത സന്ദർശകൻ എന്നായിരിക്കും കാണിക്കുക. അതേസമയം ഇൻഷുറൻസ് സ്റ്റാറ്റസിൽ ഇൻഷുർ ചെയ്തിട്ടില്ലാത്ത സന്ദർശകൻ എന്നാണെങ്കിൽ ഗുണഭോക്താവ് രാജ്യത്തിന് പുറത്തു നിന്നുള്ള സന്ദർശകനാണെന്നും ഫലപ്രദമായ ഇൻഷുറൻസ് കൈവശം വച്ചിട്ടില്ലെന്നും കണക്കാക്കുന്നതായിരിക്കും. പ്രതിരോധ ശേഷിയില്ലാത്ത സന്ദർശകനായും കണക്കാക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് മാനദണ്ഡങ്ങൾ പ്രത്യേകമായി സൗദി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ സന്ദർശക വിസയിൽ സൗദിയിലെത്തുന്ന പ്രവാസികൾ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഇത് കർശനമായി തന്നെയാണ് പറയുന്നത്. കാരണം ഗൾഫിലെത്തുന്ന പ്രവാസികൾക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഇൻഷുറൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രികളിൽ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഇത്തരത്തിൽ ഇൻഷുറൻസിന്റെ കാര്യം അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തുകൊള്ളുക. അതിനാൽ തന്നെ സന്ദർശക വിസയിലെത്തുന്ന ഓരോ പ്രവാസിയും ഇൻഷുറൻസ് കൈക്കൊള്ളേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.